50 അപ്പൊ ഞാൻ കൊണ്ടുവച്ച ബാക്കി പൈസ കിടക്കും. മക്കളെ ഈ കാലി ചായ കുടിക്കേട്ടാ, അമ്മ കുറച്ച് കഴിയുമ്പോ കടി ഉണ്ടാക്കി തരേ. മോളെ നീ അച്ഛന്റെ പോക്കറ്റ് പൈസ എടുത്തിനാ? ഞാൻ എന്തിനാ അച്ഛാ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുക്കുന്നേ? എനിക്കും എന്റെ മക്കൾക്കും ഉള്ള നിങ്ങളെ മോനെ അയച്ചു തരുന്നില്ലേ? അത് ശരിയാ മോളെ, പക്ഷെ എന്റെ പൈസ എടുക്കുവാനാ. അച്ഛാന്റെ ഓർമ്മയില്ലാൻ കടയും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അച്ഛമ്മ ഞാനും മിറ്റടിച്ച് വരാൻ വരട്ടെ? വേണ്ട മോനെ, അച്ഛൻ വെച്ച തീരാനായി ട്ടാ. നീ കണ്ടില്ല എന്റെ പൈസ? ഇനിയിപ്പൊ അതെന്റെ തലയിലാക്കിക്കോ. പിന്നെ എങ്ങോട്ട് പോകാനാ എന്റെ പൈസ? അതെങ്ങനെയാ വൈകുന്നേരം പണിയും കഴിഞ്ഞ് വരുമ്പോ ബോധം പൊക്കണം ഉണ്ടാക്കലുണ്ടാ? ഞാൻ എന്റെ മൂക്കറ്റ് കുടിച്ചിട്ടാ വരല്. നീ പറയുന്നേ? ബോധം ഉണ്ടെങ്കിൽ പൈസ എങ്ങോട്ടാ പോകുന്ന ഓർമ്മ ഉണ്ടാവൂലേ? എന്റെ അമ്മേ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അടി കൂടിയാ നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു കിട്ടുവാ? മോളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ 2 പേർക്ക് അടിക്കുന്നുള്ളത് സത്യ. നിങ്ങൾ എത്ര കഴിക്കുന്നുള്ളത് എനിക്കറിയാലോ. എന്നാ ഈ പറയുന്നേ? ഞാൻ വെള്ളം അടിച്ച് പൈസ കളയുന്ന ആളാണെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഉണ്ടാവുന്നോ? അതല്ല ശരിയാ അച്ഛാ, തർക്കിച്ച് നിൽക്കാണ്ട് പൈസ പോയ വഴി നോക്ക്. എന്തെടുത്ത് നേരം ചെയ്യേ? ഒന്നുമില്ലടാ. നിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടല്ലോ. അതൊന്നും പറയണ്ടടാ. കുറച്ച് ദിവസമായിട്ട് പോക്കറ്റ് കിടക്കുന്ന പൈസ ഒന്നും കാണുന്നില്ല. നീ എന്തെന്നാടാ പറയുന്നത്? നിന്റെ പോക്കറ്റ് കിടക്കുന്ന പൈസ നീ ഇല്ലാണ്ട് വേറെ ആരെടുക്കാണ്? അതാണ് എനിക്ക് മനസ്സിലാകത്തെ. വൈകിട്ട് കുപ്പായ ഒരു ആടെ വെക്കുന്ന വരെ പൈസ ഉണ്ടാവും. നേരം വെളുത്ത് വരുമ്പോൾ 50 ഉണ്ട്. ബാക്കി എവിടെ പോകുന്ന അറിയാം. ഏടെ പോയാനാടാ? നിന്റെ വീട്ടിലുള്ളവരെ എടുക്കുന്നുണ്ടാവും. ഞാൻ അവരോടെല്ലാം ചോദിച്ചത്, പക്ഷെ അവരൊന്നും എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പിന്നെ എന്തായാലും നേരം ചെയ്യും. നമുക്ക് ഇന്ന് പണി ലീവാക്കാം. എന്നിട്ടോ നമുക്കൊന്ന് രഞ്ജി പണിക്കാരുടെ അടുത്തൊന്ന് പോയി നോക്കാം. നമ്മളെന്നാടാ സിനിമ എടുക്കാൻ പോകുന്നുണ്ടാ? ആ രഞ്ജി പണിക്കാരല്ല, ജ്യോതിഷി രഞ്ജി പണിക്കാർ. അതിനിപ്പോ അയാൾക്ക് കൊടുക്കേണ്ട പൈസ ഇനിയിപ്പോ ഞാൻ എവിടെ ഉണ്ടാക്കണ്ടേ? അതിപ്പോ നോക്കണ്ട, അത് ഞാൻ തരാം. എടാ ഇപ്പൊ ആ പൈസ എന്റെ വെറുതെ പോവാ? എടാ നിനക്ക് അയാളെ പറ്റി അറിയാനിട്ടാ? വലിയ കളി കേട്ട ആളാ, ഭൂമിക്കടിയിലെ നിധി വരെ കണ്ടുപിടിക്കുന്ന ആളാ. നീ എന്റെ ശരിയായി പോയി നോക്കാം. പണിക്കരെ എന്റെ പൈസ കാണുന്നില്ല. ഇയാൾക്കെന്താ ഒളിവില്ലേ? നിങ്ങളെ പൈസ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. ഇങ്ങോട്ടല്ല വരേണ്ടത്. അല്ല ചോദിച്ചേ, ഇവൻ വൈകുന്നേരം വീട്ടിലെത്തുന്ന വരെ പോക്കറ്റ് പൈസ ഉണ്ടാവും. രാവിലെ നോക്കുമ്പോൾ കാണില്ല. അല്ല, വീട്ടിലുള്ളവരോട് ചോദിച്ചില്ലേ? അവരാരും എടുത്തിട്ടില്ലെന്നാ ജോത്സര പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഒരു തുള്ളി പോലും അടിക്കാതെ വീട്ടിലേക്ക് പോകണം. പക്ഷെ നല്ലോണം അടിച്ചതായിട്ട് അഭിനയിക്കുക പോകണം. ആയിക്കോട്ടെ. എന്നിട്ട് രാത്രി നേരത്തെ കിടക്കുക. പക്ഷെ ഉറങ്ങ. അങ്ങനെ കിടന്നാല് എന്നേരം നിങ്ങളെ പൈസ പോകുന്ന വഴി കാണാം. എന്നാ ശരി പണിക്കാരൻ. പൈസ സന്തോഷം. പേരും കള്ളി കണ്ടുപിടിക്കൂലെന്ന് കരുതി അല്ലേ?